ഹായ് വ്യൂവേഴ്സ്, ഫിറ്റർ ഫസ്റ്റ് ഇയർ തിയറി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കൗണ്ടർ സിങ്കിങ്, കൗണ്ടർ ബോറിംഗ് ആൻഡ് സ്പോട്ട് ഫേസിംഗ് എന്നീ ടോപ്പിക്കിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITIയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് കൗണ്ടർ സിങ്കിങ് ആണ്. അപ്പോൾ നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഡ്രില്ലിംഗ് അല്ലാതെ ചെയ്യുന്ന മറ്റൊരു ഓപ്പറേഷനാണ് കൗണ്ടർ സിങ്കിങ്. കൗണ്ടർ സിങ്കിങ് ഈസ് ആൻ ഓപ്പറേഷൻ ഓഫ് ബെവലിംഗ് ദി എൻഡ് ഓഫ് ഡ്രിൽഡ് ഹോൾ. അപ്പോൾ കൗണ്ടർ സിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രില്ല് ചെയ്ത ഹോളിൻ്റെ അറ്റം ഓപ്പണിങ് ചെരിക്കുക അല്ലെങ്കിൽ ബെവൽ ചെയ്യുന്ന ഓപ്പറേഷനാണ് കൗണ്ടർ സിങ്കിങ് എന്ന് പറഞ്ഞത്. ചിത്രം ശ്രദ്ധിക്കുക. ദ ടൂൾ ഈസ് കാൾഡ് എ കൗണ്ടർ സിങ്ക്. ഇതിനുപയോഗിക്കുന്ന ടൂളിനെ നമ്മൾ കൗണ്ടർ സിങ്ക് ടൂൾ എന്ന് വിളിക്കുന്നു. കൗണ്ടർ സിങ്കിങ് ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ ഫോളോയിങ് പർപ്പസസ്. ഈ കൗണ്ടർ സിങ്കിങ് ഓപ്പറേഷൻ ചെയ്യുന്നത് പ്രധാനമായിട്ട് വ്യത്യസ്ത ഉപയോഗങ്ങൾക്കാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ടു പ്രൊവൈഡ് എ റീസസ് ഫോർ ദി ഹെഡ് ഓഫ് കൗണ്ടർ സിങ്ക് സ്ക്രൂസ്. ഒരു കൗണ്ടർ സിങ്ക് സ്ക്രൂവിന് ശരിക്കും ഇറങ്ങി നിൽക്കാൻ ആവശ്യമായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാം, ഒന്നാമത്തെ ആവശ്യം. ടു ഡീബർ എ ഹോൾ ആഫ്റ്റർ ഡ്രില്ലിങ്. ഒരു ഹോൾ ഡ്രില്ല് ചെയ്തതിനു ശേഷം ഒന്ന് ഡീബർ, അതിൻ്റെ പുറത്തുള്ള ചെറിയ ഒന്ന് ഫിനിഷ് ചെയ്യുക, അതിൻ്റെ കോർണറൊക്കെ ഒന്ന്. ഫോർ അക്കോമഡേറ്റിംഗ് കൗണ്ടർ സിങ്ക് റിവറ്റ് ഹെഡ്സ്. കൗണ്ടർ സിങ്ക് ഷേപ്പിലുള്ള ഒരു റിവറ്റ് ഹെഡ്സൊക്കെ സ്യൂട്ടാകാൻ വേണ്ടിയുള്ള ബെവലിംഗ് ചെയ്യാം. ടു ചാംഫർ ദി എൻഡ്സ് ഓഫ് ഹോൾസ് ഫോർ ത്രെഡ് കട്ടിംഗ് ആൻഡ് അതർ മെഷറിംഗ് ഓപ്പറേഷൻസ്. ഇപ്പോൾ ത്രെഡ് കട്ടിംഗ് പോലുള്ള മെഷറിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ പുറഭാഗം ചെറുതായിട്ടൊന്ന് ചാംഫർ ചെയ്യാം. ഇതൊക്കെയാണ് ഒരു കൗണ്ടർ സിങ്കിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ്. ആംഗിൾസ് ഫോർ കൗണ്ടർ സിങ്കിങ്. ഒരു കൗണ്ടർ സിങ്ക് ടൂൾ എന്ന് ചിത്രത്തിൽ കാണുന്നുണ്ട്, അതിൻ്റെ ആംഗിൾസ് ശ്രദ്ധിക്കുക. അപ്പോൾ പലതരത്തിലുള്ള ആംഗിൾസാണ് കൗണ്ടർ സിങ്കിന് ഉപയോഗിക്കുന്നത്. കൗണ്ടർ സിങ്ക് ആർ അവൈലബിൾ ഡിഫറൻറ്റ് ആംഗിൾസ് ഫോർ ഡിഫറൻറ്റ് യൂസസ്. വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത തരം ആംഗിൾസാണ് ഉപയോഗിക്കുന്നത്. 75 ഡിഗ്രി കൗണ്ടർ സിങ്ക് റിവറ്റിംഗ്. ഒന്നാമത്തെ 75 ഡിഗ്രിന് വേണ്ടി ആംഗിളിലുള്ള കൗണ്ടർ സിങ്ക് റിവറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. 80 ഡിഗ്രി കൗണ്ടർ സിങ്ക് ഫോർ സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസ്. സ്വയം നമ്മൾ വുഡ് സ്ക്രൂസൊക്കെ സെൽഫ് ടാപ്പിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ക്രൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 80 ഡിഗ്രിയാണ്. 90 ഡിഗ്രി കൗണ്ടർ സിങ്ക് ഹെഡ് സ്ക്രൂസ് ഫോർ ഡീബറിങ്. അതിന് മുകൾഭാഗം ചെറുതായി ഡീബർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 90 ഡിഗ്രി കൗണ്ടർ സിങ്ക് ഹെഡ് സ്ക്രൂസാണ്. 120 ചാംഫറിങ് എൻഡ്സ് ഓഫ് ദി ഹോൾസ് ടു ബി ത്രെഡഡ് ഓർ അതർ മെഷീനിങ് പ്രോസസ്സ്. അപ്പോൾ 120 ഡിഗ്രി ഉപയോഗിക്കുന്നത് ചെറുതായിട്ട് ചാംഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് കൗണ്ടർ സിങ്സ്. ആ ടൂളിനെ കുറിച്ചാണ് പറയുന്നത്. കൗണ്ടർ സിങ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ആർ അവൈലബിൾ. കൗണ്ടർ സിങ്ക് പലതരത്തിലുള്ള ടൂൾസാണ് ഇവിടെ അവൈലബിൾ ആണ്. ചിത്രത്തിൽ ഒരു തരത്തിലുള്ള ടൂൾസ് ആയിട്ട് പ്രത്യേകം കാണുന്നുണ്ട്. ഫോർ കൗണ്ടർ സിങ്കിങ് സ്മാൾ ഡയമീറ്റർ ഹോൾസ് സ്പെഷ്യൽ കൗണ്ടർ സിങ്സ് വിത്ത് 2 or more ഫ്ലൂട്ട്സ് ആർ അവൈലബിൾ. ചെറിയ ഹോൾസ് ഫിൽ ചെയ്യാൻ വേണ്ടി 1, 2, 3 ഫ്ലൂട്ട്സ് ഉള്ളതും അവൈലബിൾ ആണ്. ദിസ് വിൽ റെഡ്യൂസ് ദ വൈബ്രേഷൻ വൈ കട്ടിങ്. കട്ട് ചെയ്യുമ്പോൾ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കൗണ്ടർ സിങ്ക് ടൂള് നേരെ ഡ്രില്ലിംഗ് മെഷീൻ്റെ സ്പിൻഡിൽ ഫിറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൗണ്ടർ സിങ്ക് വിത്ത് പൈലറ്റ്. ഫോർ പ്രസിഷൻ കൗണ്ടർ സിങ്കിങ് നീഡഡ് ഫോർ മെഷീൻ ടൂൾ അസംബ്ലിംഗ് ആൻഡ് ആഫ്റ്റർ മെഷീനിങ് പ്രോസസ് കൗണ്ടർ സിങ്ക് പൈലറ്റ് ആർ യൂസ്ഡ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്കൊരു മെഷീൻ ചെയ്തൊരു ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് കോൺസെൻട്രിക് ആയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പൈലറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു കൗണ്ടർ സിങ്ക് ടൂൾ ഉപയോഗിക്കുന്നു. ദേ ആർ പർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ ഹെവി ഡ്യൂട്ടി വർക്ക്. ഇത് സാധാരണഗതിയിൽ ഹെവി ഡ്യൂട്ടി വർക്കിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ദ പൈലറ്റ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഗൈഡിങ് ദ കൗണ്ടർ സിങ്ക് കോൺസെൻട്രേറ്റ് ദി ഹോൾ. അപ്പോൾ ഈ ഒരു പൈലറ്റ് ഉണ്ടായതുകൊണ്ട് ഇത് ആ ഹോളിലേക്ക് കറക്റ്റ് സെൻറ്റർ സൈസ് കറക്റ്റായിട്ട് ഇറങ്ങാൻ വേണ്ടി സഹായിക്കുന്നു. കൗണ്ടർ സിങ്സ് വിത്ത് പൈലറ്റ്സ് ആർ അവൈലബിൾ വിത്ത് ഇൻ്റർചേഞ്ചബിൾസ് ആൻഡ് സോൾഡ് പൈലറ്റ്. ഇങ്ങനെയുള്ള കൗണ്ടർ സിങ്ക് പൈലറ്റ് ഹെഡ് ഒന്നുകിൽ അത് സ്ഥിരമായി ഉള്ളതോ അല്ലെങ്കിൽ അത് ആവശ്യത്തിന് ഡ്രില്ലിൻ്റെ ഡയമീറ്റർ അനുസരിച്ച് മാറ്റി മാറ്റി ഇടുന്ന തരത്തിലുള്ള പൈലറ്റാണ് അവൈലബിൾ ഉള്ളത്. 2 തരത്തിലും അവൈലബിൾ ആണ്. ഒന്നുകിൽ അത് സ്ഥിരമായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പല സൈസിലുള്ള പൈലറ്റ് ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് കൗണ്ടർ സിങ്ക് ഹോൾ സൈസസ്. ഇപ്പോൾ കൗണ്ടർ സിങ്ക് ഉപയോഗിക്കുന്ന ഹോളിൻ്റെ സൈസാണ് പറയുന്നത്. ദ കൗണ്ടർ സിങ്ക് ഹോൾസ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS 3406 1986 ആർ 4 ടൈപ്സ്. അപ്പം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഉള്ളത് പ്രധാനമായിട്ട് 4 തരത്തിലുള്ള കൗണ്ടർ സിങ്ക് ഹോൾസാണ് അവൈലബിൾ ഉള്ളത്.
ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഇ. ഇതുപോലുള്ള 4 സൈസ് ഹോൾസാണ് അവൈലബിൾ ഉള്ളത്. ഇനി ഓരോ തരത്തിലുള്ള ഹോൾസിനെ പറ്റി നോക്കാം. ഫസ്റ്റ്, ഡയമെൻഷൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഓഫ് കൗണ്ടർ സങ്ക് എ. അപ്പോൾ കൗണ്ടർ സങ്ക് എ എന്നുള്ളൊരു ടൈപ്പ്, എ ടൈപ്പ് എന്നുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈപ്പ് എ ഈസ് സ്യൂട്ടബിൾ ഫോർ സ്ലോട്ടഡ് കൗണ്ടർ സിങ്ക് ഹെഡ് സ്ക്രൂസ്, ക്രോസ് റീസെസ്ഡ് ആൻഡ് സ്ലോട്ടഡ് റേസ്ഡ് കൗണ്ടർ സിങ്ക് ഹെഡ് സ്ക്രൂസ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് സ്ലോട്ടഡ് കൗണ്ടർ സിങ്ക് ഹെഡ്, സ്ലോട്ടഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു സ്ക്രൂ. ക്രോസ് റീസെസ് എന്ന് പറഞ്ഞാൽ ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ, സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്ന ടൈപ്പ് ഉള്ള ഒരു സ്ലോട്ടാണ് ഉദ്ദേശിക്കുന്നത്. റേസ്ഡ് എന്ന് പറഞ്ഞത് അതിൻ്റെ മുകൾ ഭാഗം കുറച്ചൊരു ഓവൽ ഷേപ്പിൽ ആയിരിക്കും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ടൈപ്പ് എ ഉപയോഗിക്കുന്നു. ദീസ് സ്ക്രൂസ് ആർ അവൈലബിൾ ഇൻ 2 ഗ്രേഡ്സ്, മീഡിയം ആൻഡ് ഫൈൻ. ഇതിന് പ്രധാനമായിട്ട് 2 ഗ്രേഡ്സാണ് ഇതിൽ വരുന്നത്, മീഡിയം, ഫൈനാണ് വരുന്നത്. ദി ഡയമെൻഷൻസ് ഓഫ് വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് ദി ടൈപ്പ് എ കൗണ്ടർ സിങ്ക് ഹോൾസ് ആൻഡ് ദി മെത്തേഡ് ഫോർ ഡെസിഗ്നേഷൻ ആർ ഗിവൺ ടേബിൾ. അപ്പോൾ ഇതിന് ബന്ധപ്പെട്ട അളവ് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ചിത്രം ശ്രദ്ധിക്കുക. ഇതിൽ 2 അളവുകൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന് താഴെ D1 കാണിച്ചിട്ടുണ്ട്, D2. D1 എന്ന് പറഞ്ഞാൽ ഒരു കൗണ്ടർ സിങ്ക് ഹോളിന് എത്ര അളവിലുള്ള ഒരു സ്ക്രൂ വേണം, D1. D2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലെ അളവ് എത്രയായിരിക്കും. പിന്നെ T1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ്. ഇതൊക്കെ നമ്മളിതിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓരോന്നിലും അളവുകൾ കൃത്യമായി അതിൽ കാണിച്ചിട്ടുണ്ട്, ഒരു ഹോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അളവുകൾ. ഇനി അടുത്തത് പറയുന്നത് ടൈപ്പ് ബി ആണ്. ടൈപ്പ് ബി ഇതുപോലെ തന്നെയാണ്, ചെറിയ മാറ്റങ്ങളും ആണ് ഇതിലുള്ളത്. ഇതിൻ്റെ മുകളിൽ ഷേപ്പ് മാത്രം ചേഞ്ച് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇത് ടൈപ്പ് ബി ആണ്. പിന്നെ അടുത്ത ടൈപ്പ് സി. ടൈപ്പ് സി ഇതാണ്. അത് നോക്കിയാൽ അറിയാം, 5D1 താഴെ 5D2 മുകളിൽ. അതിൻ്റെ അളവ് നോക്കിയാൽ അറിയാം. ഉദാഹരണമായിട്ട് 2 എന്നുള്ള ഒരു ഹോളാണ് നമുക്ക് ഉള്ളതെങ്കിൽ അതിന് നമുക്ക് വേണ്ടത് 2 എന്നുള്ള സ്ക്രൂ ആണ് ഉള്ളതെങ്കിൽ അതിന് വേണ്ടത് ആ ഹോളിൻ്റെ സൈസ് 2.4 ആയിരിക്കും. D2 അതിന് മുകളിലുള്ള അളവ് 4.6 ആയിരിക്കും. അതിന് തിക്നെസ് 1.3 ആയിരിക്കും. ഇങ്ങനെയുള്ള ഇതിൻ്റെ റേഷ്യോ കൊടുക്കുക. ഓരോ സ്ക്രൂവിനും അതിന് കറക്റ്റായിട്ടുള്ള ഹോള് നമുക്ക് സ്ക്രൂ തിരഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ. ഇനി ടൈപ്പ് ഇ 4ാമത്തെ തരത്തിലാണ് ടൈപ്പ് ഇ. ഇതിൻ്റെ അളവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഹോളിനും അതിന് വ്യത്യസ്ത അളവുകളാണ് ഉള്ളത്. അതിൻ്റെ പ്രൊപ്പോർഷൻസ് ചേഞ്ച് ചെയ്തിരിക്കും. അടുത്തായിട്ട് പറയുന്നത് കൗണ്ടർ ബോറിംഗ്. ആ ചിത്രം ശ്രദ്ധിക്കുക. എന്താണ് കൗണ്ടർ ബോറിംഗ് എന്ന് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. കൗണ്ടർ ബോറിംഗ് ഈസ് ആൻ ഓപ്പറേഷൻ ഓഫ് എൻലാർജിങ് എ ഹോൾ ടു എ ഗിവൺ ഡെപ്ത് ടു ഹൗസ് ഹെഡ്സ് ഓഫ് സോക്കറ്റ് ഹെഡ് ആൻഡ് ക്യാപ്പ് സ്ക്രൂസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ കൗണ്ടർ ബോർ ടൂൾ. അപ്പോൾ എന്താണ് കൗണ്ടർ ബോറിംഗ്? കൗണ്ടർ ബോറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹോള് എൻലാർജ് ചെയ്യുക, ഒരു ഹോള് വലുതാക്കുക. ഇൻറ്റു ഗിവൺ ഡെപ്ത്, അതിൻ്റെ ഫുൾ ഡെപ്തിൽ നമ്മൾ ഒരിക്കലും എൻലാർജ് ചെയ്യുന്നില്ല, ഒരു നിശ്ചിത അളവിൽ മാത്രം വലുതാക്കുക. അത് നിശ്ചിത അളവെന്ന് പറഞ്ഞാൽ ഒരു ഹെഡ്, അതിൻ്റെ ഒരു ബോൾട്ടിൻ്റെ ഹെഡോ നട്ടിൻ്റെ ഹെഡോ അതുപോലെ ഒരു സ്ക്രൂവിൻ്റെ ക്യാപ്പ് സ്ക്രൂവിൻ്റെ ഹെഡോ അതിന് കണക്കായിട്ടുള്ള അളവിന് മാത്രം വലുതാക്കി എടുക്കുക. അങ്ങനെ വലുതാക്കി കഴിഞ്ഞാൽ ആ സ്ക്രൂവിൻ്റെ പ്രൊജക്ഷൻസ് മുകളിൽ നമുക്ക് കാണാൻ പറ്റില്ല. കൗണ്ടർ സിങ്ക് പോലെ തന്നെ അതിലായിരിക്കും സിങ്ക് ചെയ്ത് നിൽക്കും. ടു ഹൗസ് ഹെഡ് സോക്കറ്റ് ഹെഡ് ക്യാപ്പ് സ്ക്രൂസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ കൗണ്ടർ ബോർ ടൂൾ. അപ്പോൾ കൗണ്ടർ ബോർ ടൂൾ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ആ പിക്ചർ ശ്രദ്ധിക്കുക. ഇനി കൗണ്ടർ ബോർ ടൂൾ. ദ ടൂൾ യൂസ്ഡ് ഫോർ കൗണ്ടർ ബോറിംഗ് ഈസ് കാൾഡ് എ കൗണ്ടർ ബോർ. ഇങ്ങനെ കൗണ്ടർ ബോറിംഗ് ഉപയോഗിക്കുന്ന ടൂളിനാണ് നമ്മൾ കൗണ്ടർ ബോർ എന്ന് പറയുന്നത്. കൗണ്ടർ ബോർസ് വിൽ ഹാവ് 2 or more കട്ടിംഗ് എഡ്ജസ്. കൗണ്ടർ ബോർ ടൂളിന് 2-3 കട്ടിംഗ് എഡ്ജസ് ഉണ്ടായിരിക്കും. അറ്റ് ദി കട്ടിംഗ് എൻഡ് എ പൈലറ്റ് ഈസ് പ്രൊവൈഡഡ് ടു ഗൈഡ് ദി ടൂൾ കോൺസെൻട്രേറ്റ് ടു ദി പ്രീവിയസ്ലി ഡ്രിൽഡ് ഹോൾ. അപ്പോൾ അതിൻ്റെ കട്ടിംഗ് എൻഡിൽ സാധാരണഗതിയിൽ ഒരു പൈലറ്റ് എന്നുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ താഴെ നിന്ന് കാണാൻ പറ്റും പൈലറ്റ്. ആ പൈലറ്റ് ഡ്രില്ല് ഹോളിലേക്ക് ആദ്യം ഇറങ്ങി നിൽക്കും, എന്നിട്ടാണ് നമ്മൾ കട്ടിങ് തുടങ്ങുന്നത്. ദി പൈലറ്റ് ആൾസോ ഹെൽപ്സ് ടു അവോയ്ഡ് ചാറ്ററിങ് വൈൽ കൗണ്ടർ ബോറിംഗ്. കൗണ്ടർ ബോറിംഗ് ചെയ്യുമ്പോൾ അതിനുള്ള ചാറ്ററിങ് ഒഴിവാക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. കൗണ്ടർ ബോർ ടൂൾ. കൗണ്ടർ ബോർസ് ആർ അവൈലബിൾ വിത്ത് സോളിഡ് പൈലറ്റ്സ് ഓർ വിത്ത് ഇൻ്റർചേഞ്ചബിൾ പൈലറ്റ്സ്. അപ്പോൾ കൗണ്ടർ ബോർഡ്സ് പ്രധാനമായിട്ട് സോളിഡ് പൈലറ്റും ഇൻ്റർചേഞ്ചബിൾ പൈലറ്റ്സാണ് അവൈലബിൾ ആവുന്നത്. ഇൻ്റർചേഞ്ചബിൾ എന്ന് പറഞ്ഞാൽ മാറിയിടുന്ന പൈലറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് അതിൻ്റെ മുകളിലുള്ളത്. ദി ഇൻ്റർചേഞ്ചബിൾ പൈലറ്റ് പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി കൗണ്ടർ ബോറിംഗ് ഓൺ ഡിഫറെൻറ്റ് ഡയമീറ്റേഴ്സ് ഓഫ് ഹോൾസ്. ഈ
ഇൻ്റർചേഞ്ചബിൾ പൈലറ്റ് സാധാരണഗതിയിൽ നമുക്ക് ഈ പല ഡയമീറ്ററിന് വേണ്ടി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ പൈലറ്റ് മാത്രം ചേഞ്ച് ചെയ്തിട്ടാൽ മതി. അടുത്ത് കൗണ്ടർ ബോർ സൈസസ് ആൻഡ് സ്പെസിഫിക്കേഷൻ. കൗണ്ടർ ബോർ സൈസസ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർ ഈച്ച് ഡയമീറ്റർ ഓഫ് സ്ക്രൂസ് ആസ് പെർ BS. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം അതിന് പലതരത്തിലുള്ള അളവുകൾ കൊടുത്തിട്ടുണ്ട്. ദർ ആർ 2 മെയിൻ ടൈപ്സ് ഓഫ് കൗണ്ടർ ബോർസ്, ടൈപ്പ് H ആൻഡ് ടൈപ്പ് K. പ്രധാനമായി 2 തരത്തിലുള്ള കൗണ്ടർ ബോർസ് ആണ് വരുന്നത്. ഒന്ന് ടൈപ്പ് H ഉം ഒന്ന് ടൈപ്പ് K യും. The type H counter bores are used for assemblies with slotted cheese head, slotted pan head and cross recessed pan head screws. അപ്പോൾ പ്രധാനമായിട്ട് ഈ കൗണ്ടർ ബോർസ് വരുന്നത് പലതരത്തിലുള്ള സ്ക്രൂസിന് വേണ്ടി പ്രത്യേക തരത്തിലാണ് വരുന്നത്. ടൈപ്പ് H ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. സ്ലോട്ടഡ് ചീസ് ഹെഡ്, സ്ലോട്ടഡ് പാൻ ഹെഡ്, ക്രോസ് റീസസ്ഡ് പാൻ ഹെഡ് ഒക്കെ ഇതിനൊക്കെ ടൈപ്പ് H ആണ് ഉപയോഗിക്കുന്നത്. The type K counter bores are used in assemblies with hexagonal socket head cap screws. അപ്പോൾ അതിൽ ടൈപ്പ് K ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹെക്സഗണൽ സോക്കറ്റ് ഹെഡ് ക്യാപ്പ് സ്ക്രൂസ് നമ്മൾ അലൻ കീ ഉപയോഗിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് സ്ക്രൂസ് ആണ് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന ടൈപ്പ് K ആണ്. ദ ക്ലിയറൻസ് വോൾ D1 and 2 ഗ്രേഡ്സ് മീഡിയം ആൻഡ് ഫൈൻ 2 തരത്തിലുള്ള ക്ലിയറൻസ് വോൾ കൊടുക്കുന്നുണ്ട്. അതിൽ H3, H12 ഡയമെൻഷൻ നമുക്ക് ടോളറൻസ് കാണിച്ചിരിക്കുന്നത് H12, H30. ഇനി ടൈപ്പ് H Kൻ്റെ കൗണ്ടർ ബോർസിന് ഡയമെൻഷൻ ശ്രദ്ധിക്കാം, ചിത്രം ശ്രദ്ധിക്കുക. അതിന് താഴെ D1, D2, D3 എന്നുള്ള 3 അളവുകൾ കൊടുത്തിട്ടുണ്ട്. വൈൽ റെപ്രസെൻറ്റിംഗ് കൗണ്ടർ ബോർസ് ഡ്രോയിങ്, കൗണ്ടർ ബോർസ് ക്യാൻ ബി ഇൻഡിക്കേറ്റഡ് ഐദർ കോഡ് ഡെസിഗ്നേഷൻ ഓർ യൂസിങ് ഡയമെൻഷൻ. ഒന്നുകിൽ ഇതിൻ്റെ അളവ് പറയുമ്പോൾ ഒന്നുകിൽ കോഡ് ഡെസിഗ്നേഷൻ ആയിട്ട് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് ആയിട്ട് പറയും. ചിത്രം കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് H യും ടൈപ്പ് K ആയിട്ടുള്ള മാറ്റം ഓരോ അളവുകൾ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് H യും ടൈപ്പ് K ആയിട്ടുള്ള മാറ്റം. അടുത്തായിട്ട് പറയാൻ പോകുന്നത് സ്പോട്ട് ഫേസിങ്. എന്താണ് സ്പോട്ട് ഫേസിങ് നോക്കാം. സ്പോട്ട് ഫേസിങ് ഈസ് ദ മെഷീനിങ് ഓപ്പറേഷൻസ് ഫോർ പ്രൊഡ്യൂസിങ് എ ഫ്ലാറ്റ് സീറ്റ് ഫോർ ബോൾട്ട് ഹെഡ്, വാഷർ ഓർ നെറ്റ് അറ്റ് ദി ഓപ്പണിംഗ് ഓഫ് എ ഡ്രിൽഡ് ഹോൾ. ഒരു ഡ്രിൽഡ് ഹോളിൻ്റെ ഓപ്പണിങ്ങിൽ ഒരു വാഷറോ ബോൾട്ടോ ശരിക്കും ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്യുക. ഇതാണ് സ്പോട്ട് ഫേസിങ് എന്ന് പറയുന്നത്. ആ ചിത്രം ശ്രദ്ധിക്കുക. നമുക്കൊരു സാധാരണഗതിയിൽ ഒരു മെഷീൻ മുകൾ ഭാഗം അത്ര ഫിനിഷ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് ആ ബോൾട്ട് ഹെഡോ അല്ലെങ്കിൽ വാഷറോ ശരിക്കും സീറ്റാകാൻ വേണ്ടി അതിന് മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുക. ആ ഓപ്പറേഷനാണ് സ്പോട്ട് ഫേസിങ് പറഞ്ഞത്. ദ ടൂൾ ഈസ് കാൾഡ് സ്പോട്ട് ഫേസർ ഓർ എ സ്പോട്ട് ഫേസിങ് ടൂൾ. ഈ ടൂളിന് നമ്മൾ വിളിക്കൽ ഒന്ന് സ്പോട്ട് ഫേസർ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സ്പോട്ട് ഫേസർ ടൂൾ എന്ന് പറയുന്നു. സ്പോട്ട് ഫേസിങ് ഈസ് സിമിലർ ടു കൗണ്ടർ ബോറിംഗ് എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഷാലോവർ. സ്പോട്ട് ഫേസിങ് സാധാരണഗതിയിൽ കൗണ്ടർ ബോറിംഗ് പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് ചെറിയ ആഴം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ടൂൾ ദാറ്റ് യൂസ്ഡ് ഫോർ കൗണ്ടർ ബോറിംഗ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്പോട്ട് ഫേസിങ് ആസ് വെൽ. അപ്പോൾ കൗണ്ടർ ബോറിംഗ് ഉപയോഗിക്കുന്ന ടൂൾ തന്നെ സ്പോട്ട് ഫേസിങ്ങിന് വേണ്ടി ചെറുതായിട്ട് ഉപയോഗിക്കാം. സ്പോട്ട് ഫേസിങ് ആൾസോ ഡൺ ബൈ ഫ്ലൈ കട്ടേഴ്സ് ബൈ എൻഡ് കട്ടിങ് ആക്ഷൻ. അപ്പോൾ സാധാരണ സ്പോട്ട് ഫേസിങ് ചെയ്യുന്നത് ഫ്ലൈ കട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ബ്ലേഡ് ഫിറ്റ് ചെയ്ത ഒരു കട്ടേഴ്സിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ കട്ടർ ബ്ലേഡ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ദി സ്ലോട്ടർ ഹോൾഡർ വിച്ച് ക്യാൻ ബി മൗണ്ടഡ് ഓൺ ദ സ്പിൻഡിൽ. അപ്പോൾ ഈ കട്ടർ ബ്ലേഡ് സാധാരണഗതിയിൽ അതിൻ്റെ ഹോൾഡറിൽ ഫിറ്റ് ചെയ്തിരിക്കും. വിച്ച് ക്യാൻ ബി മൗണ്ടഡ് ഓൺ സ്പിൻഡിൽ, അത് സ്പിൻഡിൽ ഉറപ്പിച്ചിരിക്കും. ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ 2 ബ്ലേഡ് ഉണ്ടായിരിക്കും. ബ്ലേഡിൻ്റെ സ്പിൻഡിൽ കാണാൻ പറ്റും. അത് ബ്ലേഡ് സ്പിൻഡിൽ ഉറപ്പിച്ചതിന് ശേഷം ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ച് ചെറുതായിട്ട് കട്ടാവും. സ്പോട്ട് ഫേസിങ് മൗണ്ടഡ് സ്പിൻഡിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൗണ്ടർ സിങ്കിങ്, കൗണ്ടർ ബോറിംഗ് ആൻഡ് സ്പോട്ട് ഫേസിങ് എന്ന ഓപ്പറേഷനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു കൗണ്ടർ സിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ഹോള് ഡ്രില്ല് ചെയ്ത ഹോളൊന്ന് ബെവൽ ചെയ്യുക, അതിൻ്റെ സ്ക്രൂ ശരിക്കും ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബെവലിങ്. കൗണ്ടർ ബോറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബോൾട്ടിൻ്റെ ഹെഡ് മുഴുവനായിട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു ഹോള് നിശ്ചിത അളവ് വരെ എല്ലാവരും ചെയ്യുക. സ്പോട്ട് ഫേസിങ് എന്ന് പറഞ്ഞാൽ ഒരു ഹോളിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്.